CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമോ സ്ഥാനാർത്ഥി നിർണയമോ പൂർത്തിയാകും മുൻപേ TN പ്രതാപനായി ചുമരെഴുത്തുമായി പ്രവർത്തകർ. എളവള്ളി പഞ്ചായത്തിലെ ചിറ്റാട്ടുകരയിലും ചൂണ്ടൽ പഞ്ചായത്തിൽ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയുടെ ഓഫീസിന്റെ മതിലിലുമാണ് ചുവരെഴുത്ത് പ്രത്യക്ഷമായിരിക്കുന്നത്. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ബത്ക്ലേവിൽ ഭാവി ഇന്ത്യ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മീഡിയ വൺ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഇൻചാർജ് പ്രമോദ് രാമൻ ഉദ്ഘാടനം ചെയ്തു. ബത്ക്ലേവ് വിദ്യാഭ്യാസ സംഗമത്തിൽ സംഘടിപ്പിച്ച സർവീസ് സെമിനാർ ശ്രദ്ധേയമായി. ബദാനിയ സിവിൽ സർവീസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സെമിനാർ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ബലാത്സംഗ കേസിൽ പ്രതിക്ക് 22 വർഷം കഠിന തടവും 1,10,000 രൂപ പിഴയും ശിക്ഷ. അർദ്ധരാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ കണ്ടാണിശ്ശേരി ചൊവ്വല്ലൂർ ദേശത്ത് വലിയകത്ത് വീട്ടിൽ സാധിക്കിനെയാണ് ശിക്ഷിച്ചത്. പുതുശ്ശേരിയിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഡോക്ടർക്ക് പരിക്ക്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം ഡോക്ടർ അനിലിനാണ് പരിക്കേറ്റത്. സർ CPയേക്കാൾ ക്രൂരനായ ഭരണാധികാരിയാണ് പിണറായി വിജയനെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ആരോപിച്ചു. അന്തരിച്ച കോൺഗ്രസ് നേതാവ് V ബൽറാമിന്റെ 4ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ഗുരുവായൂരിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം തൃശൂർ റോഡിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ചെറുപ്പുളശ്ശേരി സ്വദേശി കടമ്പിൽപ്പുറം വീട്ടിൽ 26 വയസ്സുള്ള ഹരിപ്രസാദിന് പരിക്കേറ്റു. പോർക്കുളം പഞ്ചായത്തിലെ 6ാം വാർഡ് കൊങ്ങണൂരിലെ ഒരുവന്നൂർ മന കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടിരുന്ന മേഖലയിലെ 70ഓളം കുടുംബങ്ങൾക്കാണ് പദ്ധതിയിലൂടെ ശുദ്ധജലം ലഭ്യമാക്കുന്നത്. എരുമപ്പെട്ടി കരിയന്നൂരിൽ ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കുറുവന്നൂർ സ്വദേശി ചീനക്കൽ വളപ്പിൽ സതീഷിനാണ് പരിക്കേറ്റത്. നെല്ലുവായ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേലയോടനുബന്ധിച്ച് നാദസ്വരത്തിന്റെ അകമ്പടിയോടെ കാവടിയാട്ടം നടന്നു. നിർമ്മാണം പൂർത്തീകരിച്ച അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരിച്ചു. പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ യോഗം ഉദ്ഘാടനം ചെയ്തു. ക്രിയേറ്റീവ് റൈറ്റിംഗിനുള്ള ദുബായ് ഹംദാൻ 2023 അവാർഡിന് പെരുമ്പിലാവ് സ്വദേശി ഹാഫിദ് അർഹനായി. UAE മികവേറിയ വിദ്യാർത്ഥികൾക്കുള്ള ഹംദാൻ അവാർഡാണ് ഹാഫിദിന് ലഭിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ശരീര സൗന്ദര്യ മത്സരത്തിൽ തുടർച്ചയായി 4ാം തവണയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് കിരീടം ചൂടി. വളാഞ്ചേരി EMS കോളേജിൽ നടന്ന ഇന്റർ കോളേജിയറ്റ് ചാമ്പ്യൻഷിപ്പിലാണ് ശ്രീകൃഷ്ണ കോളേജ് തുടർച്ചയായി 4ാം തവണയും വിജയകിരീടം സ്വന്തമാക്കിയത്. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കരിയന്നൂർ മാങ്ങാട്ടുഞ്ഞാലിൽ വാസുദേവന്റെ ഭാര്യ സുമയ്ക്ക് വടക്കാഞ്ചേരി സംഘം ഗ്ലോബൽ കമ്മിറ്റി ധനസഹായം നൽകി. ജനുവരി 20-ന് DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റി മങ്ങാട് തോട്ടുപാലം സെന്ററിൽ സ്ഥാപിച്ച ബോർഡ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. സംയോജിത പച്ചക്കറി കൃഷിയുടെ ഭാഗമായി കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി തൈകൾ സൗജന്യമായി വിതരണം ചെയ്തു. കടങ്ങോട് പഞ്ചായത്ത് പാൽ സംഭരണ വിതരണ യൂണിറ്റിന്റെയും ചാണകം പൊടിച്ച് ജൈവവളമാക്കുന്നതിന്റെയും ഉദ്ഘാടനം പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. പോർക്കുളം പഞ്ചായത്ത് 8ാം വാർഡ് ഫീനിക്സ് ഓക്സിലറി ഗ്രൂപ്പിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 8ാം വാർഡിലെ 73 നമ്പർ അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുക കൈമാറി. പുന്നേർകുളം പഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. ആൽത്തറ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് പാലിയേറ്റീവ് സന്ദേശ റാലിയും ഫ്ളാഷ് മോബും സംഘടിപ്പിച്ചു. ചൂണ്ടൽ കുറ്റിപ്പുറം പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതകളിലെ കുറ്റിക്കാടുകൾ സൈൻ ബോർഡ് എന്നിവ വൃത്തിയാക്കിയും ട്രാഫിക് ലൈറ്റുകൾ സ്ഥാപിച്ചും മോട്ടോർ വാഹന വകുപ്പ് റോഡ് സുരക്ഷാ വാരം ആചരിച്ചു. തയ്യൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ 16ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്ര പൂര മഹോത്സവത്തിന്റെ പറപ്പുറപ്പാട് നടന്നു. ജനുവരി 21, 22, 23 തീയതികളിലായാണ് പൂരം ആഘോഷിക്കുന്നത്. തൃശൂർ ജില്ലാ ബോഡി ബിൽഡിംഗിൽ 2ാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട MS ഹരികൃഷ്ണനെ PKS പോർക്കുളം മേഖലാ കമ്മിറ്റി ആദരിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.